ഷിജിയെ എന്നെ പറ്റിയടി? ഊൺമേശയിൽ കൈമുട്ടുകൾ ഊന്നി താടിക കൈയും കൊടുത്തിരിക്കുന്നവളെ നോക്കി സ്മിത ചോദിച്ചു. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അവൾക്ക്. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴാണ് എന്തോ ആലോചിച്ച് സങ്കടം നിറഞ്ഞ മുഖവുമായിരിക്കുന്ന ഷിജിയെ കണ്ടത്. നിറകണ്ണുകളോട് അവളെ നോക്കി. എന്താടാ, എന്തു പറ്റി? സംഗതി ഗൗരവമുള്ളതാണെന്ന് മനസ്സിലായതോടെ സ്മിത ഒരു കസേര വലിച്ചിട്ടിരുന്നുകൊണ്ട് ചോദിച്ചു. വീട്ടിൽ നിന്ന് വിളിച്ചോ? അടരാറായി നിന്ന് നീർമുത്ത് തുടച്ച് നീക്കൊണ്ട് തലവുലുക്കി. എന്നിട്ട് എന്താ അവിടെ പുതിയ ആവശ്യം? സ്മിതയുടെ മുഖത്ത് പുച്ഛഭാവം പ്രകടമായി. അനിയത്തിയെയും കുഞ്ഞിനെയും തിരികെ ഇടുമ്പോൾ അലമാരയും വാഷിംഗ് മെഷീനും കൂടെ വേണത്രേ. സങ്കടം നിറഞ്ഞ വാക്കുകൾ അടർന്നു വീണു. സ്മിതയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. സത്യത്തിൽ നീ അവരുടെ മോള് തന്നെയാണോ? 5 കൊല്ലായില്ലേ നാട്ടിൽ പോതെ ഈ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്നു. എന്നിട്ട് മൂത്ത മകൾ കാണുന്നതുപോലെ നിന്റെ അപ്പനും അമ്മയ്ക്കും തോന്നുന്നില്ലേ? ഹൃദയത്തിൽ മുള്ളുകുത്തുന്ന വേദന അനുഭവപ്പെട്ടു. നിനക്കറിയില്ലേടാ, കുഞ്ഞിന് വേണ്ട മാലയും അരഞ്ഞാണും കാൽത്തളയും കൈസേനയെല്ലാം ഉണ്ടാക്കാനുള്ള പൈസക്ക് ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന്. രാജിക്കും അശോകേട്ടന് ഇനിയും പകുതിയേറെ പൈസ കൊടുക്കാനുണ്ട്. ഞാനിവിടെ സ്വർണ്ണം കൊയ്യാണെന്നാ അവരുടെ വിചാരം. അതുവരെ നിയന്ത്രിച്ചു വെച്ചിരുന്ന സങ്കടം മിഴിനീരായി ഒലിച്ചിറങ്ങി. എന്റെ ഷിജിയെ, ഞാൻ നിന്നെ കുറ്റം പറയും. നിനക്ക് താങ്ങാൻ പറ്റാവുന്നേ താങ്ങാവൂ. ഇങ്ങനെ പോയി അവർക്ക് വേണ്ടി ജീവിച്ച് നിന്റെ ആയുസ് ഒടുങ്ങും. സ്മിതയുടെ വാക്കുകൾ കേട്ടതും അറിയാതെ അവൾ കരഞ്ഞുപോയി. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്നേഹിക്കേണ്ടെന്നല്ല. പക്ഷെ കുറച്ചെങ്കിലും നീ നിന്നെ തന്നെ സ്നേഹിക്കണം. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അങ്ങ് തീരും. പറഞ്ഞില്ലാന്ന് വേണ്ട. സ്നേഹം കലർന്ന ശാസനയോടെ പറഞ്ഞിട്ട് സ്മിത അടുക്കളയിലേക്ക് പോയി. സത്യമാണ് അവൾ പറഞ്ഞത്. ചിന്തകൾ കുട്ടിക്കാലത്തിലേക്ക് സഞ്ചരിച്ചു. നാട്ടിലെ വലിയ പണക്കാരനായ എൽദോ ചായന്റെ തടിമില്ലിലെ പണിക്കാരനായിരുന്നു ചാച്ചനായ ഫിലിപ്പ്. അമ്മ മോളി വീട്ടമ്മയാണ്. അവരുടെ മൂത്ത മകളായി ജനനം. ചാച്ചനും അമ്മയും നല്ല വെളുത്ത നിറമുള്ളവരായിരുന്നു. ഇരുനിറക്കാരിയായ താൻ അവരിൽ നിന്നുമാണ് ആദ്യമായി വർണ്ണവിവേചനത്തിന്റെ പാഠങ്ങൾ പഠിച്ചത്. സ്വന്തം കുഞ്ഞായിട്ട് പോലും നിറം കുറഞ്ഞതിന്റെ പേരിൽ അവരിൽ നിന്ന് അവഗണന നേരിടേണ്ടി വന്നു. 3 വയസ്സായപ്പോഴാണ് ഇരട്ടകളായ ഷാജുവും ഷാനിയും ഉണ്ടായത്. അതിനുശേഷം 4 വർഷം കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇളയവളായ ഷീബയും ജനിച്ചു. ചാച്ചനും അമ്മയും കാണിച്ച വേർവ്യത്യാസം സഹോദരങ്ങളും കാണിച്ചു തുടങ്ങി. താനെന്തോ ആ വീട്ടിലല്ലെന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. എന്തിനും വെളുത്തവരായ അവർക്കായിരുന്നു മുൻഗണന. അവഗണനകൾ എത്രയോ രാത്രികളെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുന്നു. മെലിഞ്ഞു നീണ്ട സ്വന്തം ശരീരം നോക്കി എത്രയോ പ്രാവശ്യം ഖേദിച്ചിരിക്കുന്നു. ഷാനിയും ഷീബയും പ്രായത്തിൽ കവിഞ്ഞ ശരീരവളർച്ചയുള്ളവരായിരുന്നു. അവരോടൊപ്പം നടക്കുമ്പോൾ വയസ്സിന് മൂത്തതായിട്ടും എത്രയോ വട്ടം പരിഹസിക്കപ്പെട്ടിരിക്കുന്നു. പരിഹാസങ്ങളുടെ മൂർച്ച കൂടിയപ്പോൾ പള്ളിയിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. ആകെപ്പാടെയുള്ള സമാധാനം നന്നായി പഠിച്ചിരുന്നുകൊണ്ട് ടീച്ചേഴ്സിനും ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. 10ാം ക്ലാസ് ഉയർന്ന മാർക്കോടെ പാസ്സായി. പള്ളിവക സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ തന്നെ +2വിനും ചേർന്നു. എൻട്രൻസ് എഴുതാനുള്ള പൈസയ്ക്കായി ചാച്ചനോട് ചോദിച്ചപ്പോൾ സ്വന്തമായി എങ്ങനെയും ഉണ്ടാക്കാൻ പറഞ്ഞ ആളാണ്. വിഷമിച്ചിരുന്നപ്പോൾ സഹപാഠിയായിരുന്ന ഇന്ദുവാണ് പൈസ തന്ന് സഹായിച്ച്. അനിയനും അനിയത്തിമാരും പഠനത്തിൽ പുറകോട്ടായിരുന്നു. ഏതായാലും നഴ്സിംഗിന് പ്രവേശനം ലഭിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് ഒരു സ്പോൺസർ ലഭിച്ചു. പിന്നെ പഠനത്തിൽ മുൻപന്തിൽ നിൽക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്കായി പള്ളി നൽകുന്ന സ്കോളർഷിപ്പും. ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഭാഗ്യത്തിന് പ്രവേശന സമയത്ത് ചാച്ചൻ കൂടെ വന്നിരുന്നു. ആദ്യമൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ വരുമായിരുന്നു. പിന്നെ അത് നീണ്ട അവധികൾക്ക് മാത്രമായി ചുരുങ്ങി. അത്രമാത്രം വീട് മനസ്സിനെ അസ്വസ്ഥമാക്കിയിരുന്നു. പഠനം പൂർത്തിയാക്കി ജോലി നേടിയപ്പോഴാണ് സ്വന്തം വീട്ടിൽ അല്പമെങ്കിലും അംഗീകാരം കിട്ടിയത്. ആദ്യത്തെ ശമ്പളം മുഴുവനായി അടുത്തുള്ള അനാഥാലയത്തിന് നൽകണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലുണ്ടായിരുന്ന പുലിവാല ഓർക്കാൻ കൂടി വയ്യ. ദേഷ്യം വന്ന ചാച്ചൻ കഴുത്തിൽ പിടിച്ച് ഞെക്കാൻ വന്നു. അമ്മ തടഞ്ഞുകൊണ്ട് മാത്രമേ രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും ഗൾഫിൽ പോകണമെന്ന ആഗ്രഹം ശക്തമായി. 2 വർഷത്തെ പ്രവൃത്തി പരിചയമായി കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി ശ്രമമായി. വിസ കിട്ടിയപ്പോഴുള്ള സന്തോഷം മുഴുവൻ അതിനുവേണ്ടി മുടക്കേണ്ട തുക എങ്ങനെ കണ്ടെത്തുന്നോർത്തപ്പോൾ പോയി. പക്ഷെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചാച്ചൻ ആരുടെയോ കയ്യിൽ നിന്ന് ആവശ്യമുള്ള പൈസ കടമായി തന്നു. അതൊരു തന്ത്രമായിരുന്നു എന്നറിയാൻ വൈകിപ്പോയി. അത്യാവശ്യങ്ങൾ കഴിച്ചുള്ള ശമ്പളവും ഓവർ ടൈമും ഒക്കെ അയച്ചു കൊടുത്തിട്ടും അവർക്കൊന്നിനും തികയുന്നുണ്ടായിരുന്നില്ല. ഏതായാലും അതിൻ്റെ ഫലമായി ഓടിട്ട കുഞ്ഞു വീടിൻ്റെ സ്ഥാനത്ത് അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു വാർപ്പ് വീട് പൊങ്ങി. അതോടൊപ്പം കുന്നോളം കടങ്ങളും. പഠനത്തിനോട് തീരെ താല്പര്യമില്ലാതിരുന്ന ഷാനി +2 തോറ്റപ്പോൾ ആദ്യം തയ്യലിന് പോയി. അത് പൂർത്തിയാക്കാതെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് അതിന് പോയി. ഷാജു ആർക്കോ വേണ്ടിയെന്ന വണ്ണം BA സോഷ്യോളജിക്ക് പോയെങ്കിലും പൂർത്തിയാക്കിയില്ല. ഗൾഫിലെത്തി 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ നാട്ടിൽ പോകാനുള്ള ആഗ്രഹം ശക്തമായി. പക്ഷേ വീട്ടിൽ പറഞ്ഞപ്പോഴുള്ള അമ്മയുടെ മറുപടിയാണ് ഏറ്റവും തളർത്തിയത്. അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, വീട് വെച്ചതിൻ്റെ കടം വീടി വരുന്നേ ഉള്ളൂ. ഇങ്ങോട്ട് വരാൻ ചെലവിടുന്ന പൈസ കൊണ്ട് ആ കടം വീട്ടാൻ നോക്ക്. മറുപടിയൊന്നും പറഞ്ഞില്ല. കണ്ണും നെഞ്ചും നീറി. പിന്നീട് ഇതുവരെ നാട്ടിൽ പോകണമെന്ന ചിന്ത ഉണ്ടായിട്ടില്ല. ആയിടക്കാണ് ഷാനിക്കൊരു ആലോചന വന്ന്. എല്ലാം തീരുമാനിച്ച ശേഷമാണ് തന്നോട് പറഞ്ഞു തന്നെ. ഞങ്ങളുടെ ഇടവകയിൽ അറിയപ്പെടുന്ന കുടുംബം തന്നെയാണ്. പ്രമാണിയായ തോമസ് അച്ചായൻ്റെ മൂത്ത മകൻ ബെന്നിയാണ് വരൻ. അരിശമുള്ളിൽ ഉരുണ്ടുകൂടുന്നത് അറിഞ്ഞു. സാമാന്യം നല്ല തല്ലുകൊള്ളിത്തരമുള്ള കൂട്ടത്തിലാണ്. പെൺപിള്ളേരെ കാണുമ്പോൾ കാമം വിരിയുന്ന അവൻ്റെ കണ്ണുകൾ ഓർക്കുമ്പോൾ തന്നെ അറപ്പാവുന്നു. തൻ്റെ പ്രതിഷേധം അപ്പോൾ തന്നെ അമ്മയെ അറിയിച്ചു.
ജോലി കഴിഞ്ഞ് മുറിയിലെത്തിയപ്പോൾ ഷാനിയുടെ മിസ്ഡ് കോൾ കണ്ടു. തിരികെ വിളിച്ചു. അന്നത്തെ അവളുടെ വാക്കുകൾ ഓർക്കാൻ കൂടി വയ്യ. അക്ഷരാർത്ഥത്തിൽ അവൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അവനെങ്ങനെയായാലും അവൾ സഹിച്ചോളാമെന്ന്. അത്രയും നല്ല കുടുംബത്തിൽ നിന്ന് ആലോചന വന്നതിൻ്റെ അസൂയയാണ് തനിക്കെന്ന്. ഇനിയും അത് മുടക്കാൻ ശ്രമിച്ചാൽ തൻ്റെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന്. കൊള്ള, തൻ്റെ സഹോദരി എത്ര നന്നായിട്ടാ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. നീ അതിൽ ഇടപെടാൻ പോകണ്ട, അവളുടെ വിധി പോലെ വരട്ടെ. കാര്യമറിഞ്ഞപ്പോൾ സ്മിതയും പറഞ്ഞു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞാണ് ആലോചന തുടങ്ങിയതെങ്കിലും അവരുടെ നിലക്കും വിലക്കും അനുസരിച്ച് കല്യാണം നടക്കണമെന്നായി അവസാനം. അവൾക്കുള്ള ആഭരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും വിവാഹാവശ്യത്തിനുമായി ലോൺ എടുത്തു. എന്നിട്ടും തികയാതെ അവർ നാട്ടിൽ നിന്ന് പലിശയ്ക്ക് പണം വാങ്ങി. വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിയും മുമ്പേ അവൾ ഗർഭിണിയായെന്ന വാർത്ത ശരിക്കും ഞെട്ടിച്ചു. അവസാനം അമ്മയുടെ വായിൽ നിന്ന് തന്നെ അറിഞ്ഞു. വിവാഹത്തിന് മുന്നേ തന്നെ അവൾ ഗർഭിണിയായിരുന്നു എന്ന യാഥാർത്ഥ്യം. എന്നാലും എൻ്റെ കുഞ്ഞനുജത്തി നെഞ്ച് പൊള്ളുന്നുണ്ടായിരുന്നു. അവളുടെ പ്രസവത്തിന് കുഞ്ഞുള്ള ആഭരണങ്ങൾക്കുമെല്ലാം കണക്ക് പറഞ്ഞ് വാങ്ങാൻ ചാച്ചൻ മറന്നില്ല. അവർക്ക് പണം മാത്രം മതിയായിരുന്നു. അതിൻ്റെ സ്രോതസ് അറിയണമെന്നില്ലായിരുന്നു. 1 കൊല്ലം മുമ്പ് ഇളയനിയത്തിയും അവളുടെ പങ്കാളിയെ സ്വയം കണ്ടെത്തി. അപ്പോഴും തൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ആരും ചിന്തിച്ചില്ല. ജീവിതത്തിൽ തനിക്ക് മാത്രമെന്തേ സ്വയം തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്നു. ഇപ്പോൾ അവളെയും കുഞ്ഞിനെയും തിരികെയാക്കുമ്പോൾ വേണ്ട സാധനങ്ങൾക്കുള്ള പൈസ ഇനി ആരോട് ചോദിക്കും? നെഞ്ചിലൊരു നെരിപ്പോട് ഉയർന്നു. ഞാൻ നോക്കിയിട്ട് ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. ഒന്നും ആലോചിക്കാതെ നാട്ടിലേക്ക് പോയിക്കോ. അല്ലാതെ അവർ സമ്മതിച്ചിട്ട് നിന്റെ നാട്ടിൽ പോകുക നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് നീ ജോലി രാജിവെച്ചിട്ടാണ് വന്നതെന്ന് പറയണം. അപ്പോഴറിയാം അവരുടെ മനസ്സിലിരിപ്പ്. മൂത്ത മകളായ നിന്റെ കല്യാണത്തെക്കുറിച്ച് അവരൊരു വാക്ക് പോലും മിണ്ടുന്നില്ലല്ലോ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കറവ പശുവാൻ നീ തയ്യാറായി നിൽക്കുകയല്ലേ? എനിക്കൊരു കാര്യം നിന്നോട് പറയാനുള്ളൂ. പാത്രം അറിഞ്ഞ ഭിക്ഷ നൽകാവും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വിഡ്ഢിയാക്കപ്പെട്ടവളായി കഴിയാം. സ്മിത തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ തീരുമാനങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക്. രാജിക്കും അശോകേട്ടന് കൊടുക്കാനുള്ള സാവകാശം മതിയെന്നുള്ളത് ആശ്വസിപ്പിക്കുന്ന കാര്യമായിരുന്നു. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മുഴുവൻ കൂടെയുള്ളവരുടെ സമ്മാനമായിരുന്നു. പോവാൻ നേരം ഒഴിഞ്ഞുകിടന്നതിൻ്റെ കഴുത്ത് കണ്ട് സ്മിത അവിടെ മാല ഊരിത്തന്നെങ്കിലും സ്നേഹപൂർവ്വം നിരസിച്ചു. അല്ലെങ്കിൽ അതും കൂടി ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഗതികേടുണ്ടാവും. സ്മിതയുടെ ആങ്ങളയുടെ നമ്പർ തന്നിട്ടുണ്ട്. നാട്ടിൽ ചെന്ന് എന്ത് ആവശ്യത്തിനാണ് വിളിച്ചാൽ മതിയെന്നാണ് അവളുടെ കൽപ്പന. വിമാനം ഭൂമിയെ തൊട്ടതും ഹൃദയം പൊട്ടിത്തെറിക്കുമെന്ന് തോന്നി. അത്രമാത്രം നാടിനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എയർപോർട്ടിൽ സ്മിതയുടെ ആങ്ങള സാമുണ്ടായിരുന്നു. ഒരുപാട് കാലം പരിചയമുള്ള ആളെപ്പോലെയായിരുന്നു സാമിച്ചായൻ്റെ പെരുമാറ്റം. സ്മിതയെപ്പോലെ തന്നെ ഇച്ചായൻ തന്നെയാണ് വീട്ടിലെത്തിച്ചത്. പറയാതെ ചെന്ന് കയറിയപ്പോൾ ചാച്ചനും അമ്മയും ഞെട്ടിപ്പോയി. 5 വർഷങ്ങൾക്ക് ശേഷം കണ്ട മകളെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത വിധം മനസ്സുകൾ തമ്മിൽ എന്നേ അകന്നിരുന്നു. ഒന്നും നോക്കാതെ അകത്ത് കയറി. നീ എന്തൊന്നും പറയ പോലും ചെയ്യാതെ. മുഖമുയർത്തി നോക്കി. അമ്മയാണ്. വർഷം 5 അമ്മയെ പോയിട്ട്. വരണം തോന്നി വന്നു. പെട്ടെന്ന് തന്നെ തോർത്തെടുത്ത് കുളിമുറിയിലേക്ക് കയറി. ആരോടും സംസാരിക്കാൻ വയ്യ. ആർക്കും വിശദീകരണം നൽകാനും വയ്യ. അനിയത്തിമാർ 2 പേരും വിവരമറിഞ്ഞു വന്നു. മക്കളെ കൊണ്ടുവന്നിട്ടില്ല. അല്ലെങ്കിലും കൊണ്ടുവന്ന് കാണിക്കാൻ തക്ക വിധം താൻ അവരുടെ ആരാണ്? മണം കായ്ക്കുന്ന മരം, അത്ര തന്നെ. ചേച്ചി എന്നാ തിരികെ പോകുന്നത്? ഷാനിയുടേതാണ് ചോദ്യം. ഞാനിനി പോകുന്നില്ല. ലഗേജിനെന്തോ തിരഞ്ഞുകൊണ്ടിരുന്ന ഷാനിയുടെ കൈകൾ നിശ്ചലമായി. ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോകുന്ന കണ്ടത് മനസ്സിലായി. ഉടൻ തന്നെ വിചാരണ ഉണ്ടാവുമെന്ന്. ദേഷ്യത്തോടെ നോക്കിയിട്ട് ഷീബയും പുറത്തേക്ക് പോയി. അപ്പോൾ തന്നെ ചാച്ചൻ്റെ വിളി വന്നു. പറയാനുള്ളതെല്ലാം മനസ്സിൽ ഉറപ്പിച്ചത് സ്വീകരണ മുറിയിലേക്ക് ചെന്നു. നീ ഇനി പോകുന്നില്ലേ? ചാച്ചൻ്റെ സ്വരത്തിൽ ദേഷ്യം പ്രകടമായിരുന്നു. ഇല്ല. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? കടത്തിലുണ്ടെന്നറിയോ? ഇതൊക്കെ എങ്ങനെ വീട്ടുന്ന? എല്ലാവരെയും നോക്കി. ഞാൻ കടവിൽ ലോണൊക്കെ എടുത്ത് ആവശ്യത്തിനുള്ള പണം അയച്ചിരുന്നല്ലോ. പിന്നെ ഇതിന് വീണ്ടും കടം വാങ്ങി. ഫിലിപ്പിന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. പിന്നെ അവൾ അയച്ചതിന്റെ കണക്ക് പറയുന്നു. നീ അയച്ചെന്ന നക്കാവിച്ചുകൊണ്ടാണോ ഇവിടുത്തെ കാര്യങ്ങൾ നടന്ന്? അവളുടെ മുഖത്ത് വേദന നിറഞ്ഞ പുഞ്ചിരി നിറഞ്ഞു. എനിക്ക് കഴിയാവുന്നതിന്റെ പരമാവധി ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. പകരം നിങ്ങൾ എനിക്ക് എന്താണ് നൽകിയത്? അല്പം നിറം കുറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ എന്നോട് ഇക്കാലം അത്രയും ചെയ്ത എല്ലാ അവഗണനകളും മറക്കാനും പൊറുക്കാനും ശ്രമിച്ചവളാണ് ഞാൻ. ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടും സ്നേഹമോ പരിഗണനയോ എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ പണം വേണം, പക്ഷെ എന്നെ വേണ്ട. ഇനിയൊരു കറവ് പശുവാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കൊരു ജീവിതം വേണം. രക്തബന്ധം ഇന്നും നിലനിൽക്കുന്ന തന്നെ, പക്ഷേ കർമ്മബന്ധം ഇന്നുണ്ട്. ആ ബന്ധുക്കൾ മതി എനിക്ക്. എല്ലാവരെയും ഒന്നുകൂടി കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി വന്നതാണ്. എവിടെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കളും കൂടപ്പിറപ്പുകളും എന്നെ ചേർത്ത് നിർത്തുമെന്ന്. ആ പ്രതീക്ഷ അസ്തമിച്ച് ഇറങ്ങിയ എൻ്റെ ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നെല്ലാം അവിടെ ഉപേക്ഷിച്ച് തൻ്റെ വസ്ത്രങ്ങൾ അടങ്ങിയ ഒരു ബാഗ് മാത്രം എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അമ്മ പുറകിൽ നിന്ന് വിളിച്ചെങ്കിലും ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമല്ലാത്ത വിധം മനസ്സകന്നിരുന്നു. പ്രശസ്തമായ IELTS കോച്ചിങ് സെന്ററിൽ പ്രവേശനം നേടുമ്പോൾ മുന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗൾഫിലെ ജോലി രാജിവെച്ച് വന്നത്. സ്മിതയും സാമിച്ചായനും എല്ലാ പിന്തുണയും നൽകി കൂടെ നിന്നു. 2 മാസങ്ങൾക്ക് ശേഷം ജോലി രാജിവെച്ച് സ്മിതയും കൂടെ വന്ന് ചേർന്നപ്പോൾ
കാനഡ എന്ന സ്വപ്നത്തിലേക്കുള്ള പരിശ്രമങ്ങൾ ഒരുമിച്ചായി. മാസങ്ങൾ കൊഴിഞ്ഞു വീണു. അതിനിടയിൽ വിവാഹം കഴിഞ്ഞു. മാസങ്ങൾക്കുള്ളിൽ തന്നെ വിഭാര്യനാവേണ്ടി വന്ന സാമിച്ചായനോടുള്ള സ്നേഹം പ്രണയത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചിരുന്നു. ഇഷ്ടമറിയിച്ചപ്പോൾ ആദ്യം എതിർത്തെങ്കിലും പിന്നീടപ്പോഴോ ഇച്ചായനും തിരിച്ച് സ്നേഹിച്ചു തുടങ്ങി. അങ്ങനെ ഉറ്റവരുടെയോ ഉടയവരുടെയോ സാന്നിധ്യമില്ലാതെ കർമ്മം കൊണ്ട് ബന്ധുക്കളായവരുടെ മുന്നിൽ വെച്ച് ഇച്ചായൻ്റെ ജീവിത പങ്കാളിയായി. മാസങ്ങൾക്ക് ശേഷം ഇന്ന് സാമിച്ചായൻ്റെ കരബന്ധനത്തിലൊതുങ്ങി നയാഗ്രയുടെ മാസ്മരിക സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ തൊട്ടടുത്ത് നല്ല പാതയോടത്ത് അവളുമുണ്ട്. കൂട്ടുകാരിയിൽ നിന്നും കൂടെ പിറപ്പായവൾ. അതെ, ജീവിതം ഇങ്ങനെയൊക്കെയാണ്. സങ്കടങ്ങളേറെ തന്നാലും സന്തോഷത്തിൻ്റെ ഒരു വിസ്മയത്തുരുത്ത് നമുക്കായി എവിടെയെങ്കിലും കാത്തു വെച്ചിട്ടുണ്ടാവും. സ്വന്തം കുടുംബത്തിനു വേണ്ടി കടൽ കടന്ന് ബലിയാടാവേണ്ടി വന്ന ഒരുപാട് പ്രവാസികളുണ്ട്, പുരുഷന്മാരിലും സ്ത്രീകളിലും. അവരെ സ്നേഹിക്കാതെ അവരുടെ പണം മാത്രം ലക്ഷ്യമിട്ട് അവരെ ഊറ്റുന്ന അവരുടെ വീട്ടുകാർ. ഒടുക്കം താനൊരു കറവപ്പശുവായി മാറിയെന്ന് മനസ്സിലാവുന്നത് കയ്യിലെ പണം നിലക്കുമ്പോൾ മാത്രമാണ്. എല്ലാ പ്രവാസികൾക്കും സമർപ്പിക്കുന്നു.